പനക്കൽ വീട്ടിലെത്തുന്ന ചന്ദ്രിക വീട് അടഞ്ഞുകിടക്കുന്നതായി കാണുന്നു. ഓട്ടോയിൽ വന്നിറങ്ങുന്ന ലൈല അമ്മയോട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു. SIക്ക് കൈക്കൂലി കൊടുത്തതുകൊണ്ടാണ് മനീഷിന്റെ കേസ് പിൻവലിച്ചതെന്ന് ലൈലയോട് പറയുന്ന ചന്ദ്രിക. താൽക്കാലിക ആവശ്യത്തിന് പണയം വെക്കാൻ ലൈലയുടെ വള വാങ്ങുന്ന ചന്ദ്രിക. മനീഷ് വീണ്ടും മദ്യപിച്ച് വീട്ടിലെത്തുന്നു. മനീഷിന്റെ സ്വഭാവം മാറാത്തതിൽ ലൈലയ്ക്ക് സങ്കടം. കറണ്ട് ബില്ല് അടച്ചതിന്റെ രസീത് ചോദിക്കുന്ന ലൈല ചില കള്ളത്തരങ്ങൾ പറഞ്ഞ് മനീഷ് തടി തപ്പുന്നു. തങ്കപ്പനാശാരി പനക്കൽ വീട്ടിലെത്തുന്നു. ഒതുക്കത്തിൽ ലൈലയിൽ നിന്നും നന്ദനയുടെ അഡ്രസ്സ് വാങ്ങുന്നു. കാർത്തിക മനീഷിനെ കണ്ടുമുട്ടുന്നു. മനീഷിനെ ആയുധമാക്കി നന്ദനയ്ക്കെതിരെ കളിക്കാനുള്ള കാർത്തികയുടെ ശ്രമം ഇനി തുടർന്ന് കാണുക. ഇത്രയും നാളും എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു നന്ദന. കുറെ അവഗണന ഞാൻ സഹിച്ചു. കൊച്ചുനാളിൽ അച്ഛൻ്റെ സ്നേഹം പോലും അവൾ തട്ടിപ്പറിച്ചോണ്ട് പോയി. ഇനിയും ക്ഷമിക്കാൻ വയ്യ. വേണ്ടി വന്നാലേ അവളെ വകവരുത്താൻ വരെ ഞാൻ തയ്യാറാണ്. മനീഷേ, ആ നന്ദനെ കൊല്ലാനും എനിക്ക് മടിയില്ലെന്ന്. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ മനീഷേ. അമ്മ രണ്ടാണെങ്കിലും നിങ്ങൾ ഒരച്ഛന്റെ ചോരയല്ലേ? ആ ചോരേന്നേ എനിക്ക് അവകാശപ്പെട്ട പങ്ക് ഞാനിങ്ങ് എടുക്കൂ. അങ്ങനെ അവള് മാത്രമായിട്ടൊന്നും നേടണ്ട. അപ്പോ ദുബായിക്ക് പോണ്ടേ മനീഷിന്? കാർത്തികേച്ച് സഹായിക്കോ? എന്നാ പോവാ. നന്ദനെ എന്തായാലും നിങ്ങൾക്ക് കണ്ടുകൂടാ. ദുബായിക്ക് പോവാൻ ചേച്ചി എന്നെ സഹായിച്ച ആ നന്ദനയുടെ ശല്യേ എന്നേക്കുമായിട്ട് ഞാൻ തീർത്തുതരാം. ഒരു പരസ്പര ധാരണ. എന്തേ? ഓർത്തിട്ടെന്റെ ദേഹം വിറയ്ക്കുന്നു. വേറെ നിൽക്കുമ്പോഴേ യതീന്ദ്രൻ ചേട്ടനുമായിട്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. എന്നാ ശരി ചേച്ചി. ക്ഷമിക്കാൻ വയ്യ. വേണ്ടി വന്നാലേ അവളെ വകവരുത്താൻ വരെ ഞാൻ തയ്യാറാണ്. മനീഷേ, ആ നന്ദനെ കൊല്ലാനും എനിക്ക് മടിയില്ലെന്ന്. ലൈല ഇങ്ങോട്ട് വന്നേ. ചൂല് കയ്യിലിരിക്കട്ടെ, അതിന് ആവശ്യം വരും. അതെന്താ അമ്മേ? പറയാം. സുമിത്രേച്ചി കടയിൽ പോയിട്ട് എപ്പോ വരും? അധികം താമസിക്കില്ല. മനീഷോ? ടൗൺ വരെ പോകുന്ന പറഞ്ഞേ. നീ ഇവിടെ ഇരിക്കും. കഴിഞ്ഞ ദിവസം നിന്റെ കൈ വല്ലാതെ ചൊറിയുന്ന കണ്ടല്ലോ. ഇപ്പൊ ചൊറിച്ചില് മാറിയോ? ഇപ്പൊ ചൊറിച്ചിലൊന്നുമില്ലമ്മേ. മനീഷിന്റെ കേസ് ഒതുക്കി തീർക്കാൻ SIക്ക് പൈസ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ? അത് നീ ഇവിടെ പറഞ്ഞോ? ഇല്ല. മനീഷിനോടും പറഞ്ഞില്ല? ഇല്ലമ്മേ. അതെന്താ? അമ്മയല്ലേ പറഞ്ഞത് അതിപ്പോ ആരും അറിയണ്ടെന്ന്. അപ്പൊ എന്റെ വാക്കിന് നീ വില കൽപ്പിക്കും. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. നിന്റെ വള കൊണ്ടുപോയിട്ട് ഞാനത് എന്ത് ചെയ്തു എന്ന് ചോദിക്കാത്ത എന്താ നീ? പണയം വെക്കാനല്ലേ, പിന്നെന്ത് ചോദിക്കാനാ? എന്നിട്ട് അച്ഛന്റെ ഓട്ടോയുടെ പണി തീർന്നു കിട്ടിയോ? ഓട്ടോയുടെ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെയും കൂടെ പണി തീർന്ന് കിട്ടുമായിരുന്നു. ഇതെന്താടി? ഇതെന്റെ വള. ഇത് പണയം വെച്ചില്ലേ? ഇത് നിന്റെ വള തന്നെയാണോ? പിന്നല്ലാതെ. അമ്മേ, മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ഭാര്യയും ഭർത്താവും കൂടെ നാടകം കളിച്ച ആരും മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ചോ നീ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ എന്നെ അടിച്ചത്? നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നതേ 1.25 പവന്റെ 1-ാം തരം സ്വർണ്ണ വളയാ, അല്ലാതെ മുക്കുവണ്ടമല്ല. അമ്മേ, ഇത് സ്വർണം പൂശിയ വളയാ, തനി മുക്കുവണ്ടം. അമ്മേ, അതെങ്ങനെ വന്നു? നീ പറ എങ്ങനെ വന്നെന്ന്.
ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ കയ്യെ കിടന്ന വളയുടെ അതേ മോഡൽ ഇമിറ്റേഷൻ വളയായത്. 150-200 രൂപ വരുന്ന സാധനം സൂക്ഷിച്ചു വെച്ചോ. അമ്മേ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. നിന്റെ മനീഷിനറിയാം. പണയം വെക്കാൻ ഞാൻ സഹകരണ ബാങ്കിൽ ചെന്നപ്പോഴാ സത്യം അറിഞ്ഞത്. അവര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാഞ്ഞത് ഭാഗ്യം. എന്നാൽ എനിക്കിതൊന്നും വിശ്വസിക്കാൻ മേല. വിശ്വസിക്കണ്ടടി. നീ നിന്റെ നായരെ മാത്രം വിശ്വസിച്ചാ മതി. എന്നാലും അവന്റെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറിജിനൽ വളയും കൊണ്ട് ചെന്ന് അതേ ഫാഷനിലുള്ള ഇമിറ്റേഷൻ വള വാങ്ങിച്ചു. എന്നിട്ട് ശരിക്കുള്ള വള വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തു. ഈ മുക്ക് പണ്ടം കൊണ്ടൊന്ന് നിന്നെ ഏൽപ്പിച്ചു. ചില്ലറക്കാരനല്ല നിന്റെ ഭർത്താവ്. അമ്മേ, അമ്മേ, മനീഷ് നന്നാവാനുള്ള ലക്ഷണമില്ല പെണ്ണെ. കണ്ണിരിക്കെ കൃഷ്ണമണി അടിച്ചോണ്ട് പോകുന്ന ടൈപ്പാ. നീ നല്ലോണം സൂക്ഷിച്ചോ. ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? അതിപ്പോഴല്ല, അവന്റെ തോളെ തൂങ്ങിയ നേരത്തെ ചോദിക്കണമായിരുന്നു. അതെങ്ങനാ? രഹസ്യമായിട്ട് മുറി കയറ്റി കഥ അടയ്ക്കാനായിരുന്നല്ലോ അന്ന് ഉത്സാഹം. ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഒരു വഴി പറഞ്ഞു അമ്മേ. നിന്റെ സ്വർണവള എന്ത് ചെയ്തെന്ന് ആദ്യം മനീഷിനോട് ചോദിക്ക്. പണയം വെച്ചതാണെങ്കിൽ എടുക്കാൻ നോക്ക്. ഇനി വിറ്റതാണെങ്കിൽ നീ നീളത്തിലൊരു ഗോപിക്കുറി വരയ്ക്ക്. ശ്ശോ. 10,000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടാ പണയം വെച്ചെന്ന് വെച്ചാ പോയി വളയെടുക്ക. ഈ പൈസ അവനെ ഏൽപ്പിച്ച് വിടരുത്. നീയും ചെല്ലണം. അല്ലെങ്കിൽ ഈ 10,000 രൂപയും പോക്ക. ഇനി വള വിറ്റുപോയെങ്കിലും അമ്മേ? ഈ ചൂലെടുത്ത് മനീഷിന് മുതുകത്ത് 2 എണ്ണം കൊടുക്കണം. എന്നിട്ട് എന്നോട് വിളിച്ചു പറ. ഞാൻ വന്ന് അവന്റെ മുന്നിലിട്ട് ബാക്കി നിനക്ക് തരും. പൈസ പിടിക്ക്. ഓ, ഇത്ര നെറികെട്ടവണെയാണല്ലോടി നിനക്ക് കിട്ടിയത്. അനുഭവിക്കും നീയ. സ്വയം വരുത്തി വെച്ച വിനയല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. കേട്ടോന്ന്? കേട്ടോടി? മഹേഷായിരുന്നോ? എന്താ മഹേഷേ? ദാ മാഡം. എനിക്ക് ഈ കുന്തം ഒന്നും മനസ്സിലാവുന്നില്ല. എത്ര രൂപ ടാക്സ് കൊടുക്കാനുണ്ട്? ടാക്സ് മുഴുവനും അടച്ചു മാഡം. മുഴുവനോ? ഏപ്രിൽ മാസം ആവാറായില്ലേ? മാർച്ച് 31 മുമ്പ് എല്ലാ ബിസിനസ്സുകളുടെയും ടാക്സ് അടച്ചു കഴിഞ്ഞു. അല്ല, മഹേഷിനോട് ആര് പറഞ്ഞു ടാക്സ് തീർത്തും കൊടുക്കാൻ? ഞാനല്ല, നന്ദന മാഡം നേരിട്ടാണ് കൈകാര്യം ചെയ്തത്. മാഡം ഓർമ്മിപ്പിച്ചാൽ മതി. കമ്പനിയുടെ സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എല്ലാം ചെയ്തോളും. അതാണ് പതിവ്. അങ്ങനെ അവൾക്കൊരു പണി കൊടുക്കാൻ പറ്റില്ലെന്ന് ചുരുക്കം. മഹേഷിന്റെ കയ്യില് പഴയ നോട്ട് ഇരിപ്പുണ്ടോ? സർക്കാർ പിൻവലിച്ച 1000-ന്റെയോ 500-ന്റെയോ നോട്ട്? ഇല്ല. എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിപ്പോ 4-5 മാസമായില്ലേ പിൻവലിച്ചിട്ട്. ആരുടെയും കൈ കാണുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെ പിന്നെ എന്തിനാ മാനേജരാന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്? പഴയ 1000-ന്റെ നോട്ട് 1-2 വേണമെങ്കിൽ ഒപ്പിക്കായിരുന്നു. ഒരെണ്ണം കണ്ട് എനിക്ക് സായോജ്യം അടയാനൊന്നുമല്ല. 1,00,000 രൂപയെങ്കിലും വേണം. 1000 ആണെങ്കിൽ ഒരു 100 നോട്ട്, പഴയ 500 ആണെങ്കിൽ ഒരു 200 എണ്ണം. എന്തിനാ മാഡം? നന്ദനയ്ക്ക് സമ്മാനിക്കാൻ. വിഷു വരുവല്ലേ, അവൾക്ക് എന്റെ വക ഒരു നല്ല വിഷു കൈനീട്ടം കൊടുത്തേക്കാം. സർക്കാർ നിരോധിച്ച പഴയ കറൻസി 1,00,000 രൂപ നന്ദനയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താൽ നന്ദന വിഷു സദ്യ ഉണ്ണുന്നത് എവിടെയായിരിക്കും? സബ് ജയിലിൽ. അത്രയ്ക്കും ദ്രോഹം വേണോ മാഡം?
മഹേഷിനെന്താ നന്ദന മാഡത്തിനോട് ഒരലിവ് പോലെ? അവള് ഇയാൾക്കും വശീകരണപ്പെടി തന്നോ? ദേ ജോലിന്ന് പിരിച്ചുപിടി ഞാൻ. ഞാനൊരു സഹതാപം കൊണ്ട് പറഞ്ഞു പോയതാ മാഡം. നന്ദനയോട് സഹതാപം വേണ്ട. പിൻവലിച്ച നോട്ട്, അതും 1 ലക്ഷം രൂപ കയ്യിൽ സൂക്ഷിക്കുന്ന വലിയ കുറ്റാ. കേസിൽ നിന്ന് ഊരിപ്പോരാൻ വലിയ പ്രയാസാ. അവൾ ഊരി പോരരുത്, അതാ എന്റെ ആവശ്യം. ഒന്ന് നുള്ളി നോവിക്കാനല്ല, നന്ദനെ അടിച്ചിരുത്തണം. അതാ എനിക്ക് ആവശ്യമായിട്ടുള്ളത്. എങ്ങനെയും പഴയ നോട്ട് സംഘടിപ്പിക്കാൻ മഹേഷ് ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ ശരി മാഡം. മാഡം, മാർച്ച് 31 കഴിഞ്ഞു. അതെ കഴിഞ്ഞു. ഈ മാസം മുതൽ ശമ്പളം കൂട്ടിത്തരാന്ന് മാഡം വാക്ക് തന്നിരുന്നു. മറന്നതല്ല, ഞാൻ വാക്ക് പാലിക്കും. പക്ഷേ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കൂടുതൽ സേവനം കിട്ടണ്ടേ? അതല്ലേ അതിന്റെ ഒരു ന്യായം. ഞാൻ എന്താ എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടത്? അതാണ് ഇപ്പൊ പറഞ്ഞത്. നന്ദനിക്ക് കെണിയൊരുക്കാൻ കുറെ പഴയ ഇന്ത്യൻ കറൻസി മഹേഷ് സംഘടിപ്പിക്കേ. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ, അപ്പൊ ശമ്പളത്തിലും വ്യത്യാസം ഉണ്ടാവും. ഞാൻ ശ്രമിക്കാം മാഡം. കഴിയുന്നതും പെട്ടെന്ന് വേണം. എന്നാ ചെല്ല്. ഓ മഹേഷേ. മാഡം, എന്താ മാഡം? പ്ലാനിങ് കൃത്യമായിട്ട് നടന്നാൽ നിങ്ങൾക്ക് ഞാനൊരു പ്രൊമോഷൻ തന്നിരിക്കും. ഞാനിപ്പോ തന്നെ മാനേജറാണല്ലോ മാഡം. മാനേജരെ ഒന്ന് ഫ്ലൈ ചെയ്യിക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കും, ദുബായിലേക്ക്. ആ എരിയേട്ടന്റെ കമ്പനിയിൽ നല്ലൊരു ജോലി വാങ്ങിത്തരാൻ ഞാൻ വിചാരിച്ചാലും നടക്കും. ശരിക്കും? പക്ഷേ ഞാൻ വിചാരിക്കണമെങ്കിൽ നന്ദനിക്ക് പണി കിട്ടണം. അത് മഹേഷിന്റെ മിടുക്ക് പോലിരിക്കും. എന്നാ ശരി. ശരി മാഡം. യതീട്ടൻ വിളിക്കാറുണ്ടോ? എന്നും വിളിക്കും. മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയാലുടൻ എനിക്ക് ഫോൺ ചെയ്യും. ഫ്ലൈറ്റിലാണോ ജോലി? അല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകളെ. ഓ, കമ്പനിയുടെ MD ആയ അറബിക്ക് എരിയേട്ടനെ ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് ഷെയ്ക്ക് പോകേണ്ടടുത്തൊക്കെ എരിയേട്ടനെ അയക്കുന്നത്. അതിനാണെങ്കിൽ അലവൻസ് വേറെയും. അല്ല, പ്രതിഭയ്ക്കൊരു വിശേഷം കേൾക്കണോ? എരിയേട്ടൻ ഇപ്പൊ അറബി ഭാഷ പഠിക്കാത്രേ. ഓ, ഇനി മലയാളം അങ്ങനെ മറന്നു പോവോ? എനിക്കും അതാ സംശയം. രഘുവേട്ടനിടയ്ക്ക് ബിസിനസ് ടൂർ ഉണ്ടേ, ദുബായിലും പോവാറുണ്ട്. ഇനി പോകുമ്പോ യതീട്ടനെ കാണാനായിട്ട് പറയാം. ദുബായിൽ എവിടെയാ പുള്ളിക്കാരന്റെ ഓഫീസ്? അത് പിന്നെ പ്രതിഭ, സ്ഥലം അങ്ങ് മറന്നല്ലോ. എന്തോ ഒരു സിറ്റിയാ. ഇനി വിളിക്കുമ്പോ ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം. എന്നാലും ഹസ്ബൻഡ് ജോലിയായി പോയ വിവരം ഞങ്ങളെ ആരെ അറിയിച്ചില്ല. അതിൽ ഞങ്ങക്ക് വിഷമമുണ്ടേ. എല്ലാം പെട്ടെന്നായിരുന്നു പ്രതിഭേ. മനഃപൂർവ്വം അല്ല പറയാതിരുന്നത്. ഒരാഴ്ച കൊണ്ടാ ജോലിയും വിസയും ഒക്കെ ശരിയായത്. ആ തിരക്കിനിടയിൽ ഞാൻ എന്റെ വീട്ടിലൊന്ന് വിളിച്ചറിയിക്കാൻ പോലും വിട്ടുപോയി. ഉദയേട്ടന്റെ കാർ ആക്സിഡന്റിന് ശേഷം പെട്ടെന്ന് യതീട്ടനെ കാണാതായപ്പോ എന്തു പറ്റിയെന്ന് ആലോചിച്ചു. നന്ദനയുടെ പഴയ മാനേജറെ പോലീസ് പിടിച്ചിട്ട് എന്തായി? അവൻ ചെയ്യില്ല, കേസ് നടക്കല്ലേ. എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. വിശ്വാസം പിടിച്ചു പറ്റി കൂടെ നിന്നിട്ടേ കൊല്ലാൻ പരിപാടിയിട്ടില്ലേ? എങ്ങനെ നമ്മൾ ഇവരെയൊക്കെ വിശ്വസിക്കുമല്ലേ? സജീവനെ മാത്രം കുറ്റം പറയണ്ട, ആമ്പിള്ളേരെ പലതും മനസ്സിൽ കാണും. എന്റെ അടുത്തും സജീവ ചില നമ്പരൊക്കെ ഇട്ട് നോക്കിയതാ. ഒരൊറ്റ നോട്ടം കൊണ്ട് ഞാൻ അവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. നമ്മള് ഫ്ലർട്ടല്ലല്ലോ. നന്ദന മേഡം അവന്റെ ഉള്ളില് ഇക്കിളി ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറി. അവൻ പലതും മോഹിച്ചെങ്കിൽ തെറ്റാണോ? ആണോ പ്രതിഭേ? ശരിയാ. മറ്റുള്ളവരുടെ കുറ്റവും കുറവെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ കാര്യം പറയാം. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. അല്ല,
കാർത്തിക് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നമ്മൾ എത്ര നാളായി പ്രതിഭേ ചുമ്മാ ഓരോ മനക്കൊട്ടയും കെട്ടിക്കൊണ്ട് നടക്കുന്നു. ഇതുവരെ ഒന്നും നടന്നതുമില്ല. ഇങ്ങനെ മതിയോ? പോരാ. നമ്മുടെ മനക്കോട്ട വെറും മനപ്പായസമാക്കി മാറ്റാൻ കാരണം ആ നന്ദനയാ, നമ്മുടെ പൊതുശത്രു. ആ, അതാണ് പ്രശ്നം. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ പ്രതിഭ പറഞ്ഞു. ആ, അതെ, ഉദയന്നൂരെ സ്വത്തിന്റെ കാര്യം എന്തായി? ഓ, ഒന്നും ആയില്ലെന്നേ. അതിങ്ങനെ അനിശ്ചിതമായിട്ട് കിടക്കുമല്ലേ. അല്ല, ഇവിടുത്തെ കാര്യം എന്തായി? അതിലും കേമോ, അമ്മയുടെ ആണ്ട് ശ്രാദ്ധം കഴിഞ്ഞിട്ട് സ്വത്തിന്റെ കാര്യം മിണ്ടിയാ മതിയെന്ന വല്യമ്മാവന്റെ ഓർഡർ. എല്ലാം കൊണ്ട് പെട്ടുപോയത് നമ്മളാ പ്രതിഭ. ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ, അനുഭവിക്കാൻ യോഗം വേണ്ടേ? 2 വിൽപ്പത്ര നന്ദനയുടെ പേരിൽ ഉദയന്നൂർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓ, അതനുസരിച്ച് കോടികളാണല്ലോ അവക്ക് കിട്ടാൻ പോകുന്നേന്ന് ഓർക്കുമ്പോഴേ എനിക്കൊരു മനസമാധാനം ഇല്ലെന്നേ. എന്നാലും നമുക്കും കൂടി അനുഭവിക്കാൻ അവകാശമുള്ളതാ അവള് കൈക്കലാക്കാൻ പോകുന്നെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒരു കാറപകടം ഉണ്ടാക്കിയിട്ട് അവക്കൊരു പോറല് പോലും പറ്റിയതും ഇല്ല. കാറപകടം ഉണ്ടാക്കിന്നോ? ആര്? അതായത് സജീവ്. അവനാണല്ലോ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. എന്താ പ്രതിഭേ? ഒന്നുമില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പ്രതിഭ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടരും. നമ്മൾ എന്നും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കും. നന്ദനയും അവളുടെ സന്തതി പരമ്പരയും സ്വത്ത് വെച്ച് അനുഭവിക്കും. ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ പ്രതിഭേ? ഒരു കാരണവശാലും നമ്മൾ അതിന് സമ്മതിക്കരുത്. നന്ദനയെ തന്നെ സഹിക്കാൻ വയ്യ, പിന്നെ അവളുടെ സന്തതികളെ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കാർത്തികേ? ഉദയേട്ടന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ. ഉദയേട്ടൻ വിചാരിച്ചാലും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതെങ്ങനെ? ഇങ്ങോട്ടടുത്തിരുന്നേ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടിരിക്കാം. ഉള്ളതാണ് കാർത്തികേ. ഞാൻ അന്വേഷിച്ചു, അനുഭവസ്ഥരുണ്ട്. അല്ല, പ്രതിഭയ്ക്കാവുമ്പോ വീടിനടുത്തല്ലേ? കിളിമാനൂരിന്ന് ആറ്റിങ്ങലിലേക്ക് പോകുന്ന വഴിയിലല്ലേ ഞാൻ ഈ പറഞ്ഞ സ്ഥലം? മെയിൻ റൂട്ടാ. പൈസ എത്രാവെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഷെയർ ഇടാലോ അല്ലേ? നല്ലൊരു കാര്യത്തിനല്ലേ, ഞാൻ സഹകരിക്കാം. എത്രയും പെട്ടെന്ന് മരുന്ന് കയ്യിലെത്തണം. താമസിക്കും തോറും റിസ്കാ. ഉടനെ ഞാൻ ഈ പറഞ്ഞ പാർട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ കാർത്തികേ. അപ്പോ നമ്മള് കൈ കൊടുക്കുന്നു. കക്കൂസോടാ? കക്കൂസോ? അതിന്റെ ഈ വീട്ടിൽ കക്കൂസില്ലയോ? ഓ, ബാത്റൂം ആയിരിക്കും. നിങ്ങളാരാ? കന്നിമൂല അവിടെ, അഗ്നികോൺ ഈ ഭാഗത്ത്, അടുക്കള അവിടെ. അപ്പൊ ബാത്റൂം ഇവിടെ ആയിരിക്കും. ആണല്ലോ. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. തത്വശാസ്ത്ര വിദഗ്ധനാ. നമസ്തേ എന്നൊരു വീട്ടിലോട്ട് വരുമ്പോ വാസ്തുവിദ്യ പ്രകാരമുള്ള ലക്ഷണങ്ങൾ അറിയാതെ നോക്കിപ്പോവും. അടുക്കള അവിടെ, ബാത്റൂം അവിടെ, വാസ്തുദോഷമൊന്നുമില്ല. കറവയുണ്ടോ? എന്താ? പശു ഉണ്ടെന്ന് മനസ്സിലായി. ചാണകത്തിന്റെ വാസന അടിക്കുന്നുണ്ട്. പൈക്കറവയുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല. അപ്പൊ സംഭാരം കാണത്തില്ല. സാരമില്ല. ഇതുവരെ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനല്ലോ തങ്കപ്പനാചാരി, തത്വശാസ്ത്ര വിദഗ്ധൻ, കൈലഗിരി വിയോ, ആലപ്പുഴ. അപ്പൊ ഇതാ നന്ദന? അല്ല, എന്റെ പേര് പ്രതിഭാന്നാ. എന്നാ പിന്നെ ഇതായിരിക്കും. ഞാൻ കാർത്തികേയ. പ്രതിഭയും കാർത്തികയും. അപ്പൊ പിന്നെ നന്ദന എവിടെ? മോളെ നന്ദനെ, മകളെ. മോളെ നന്ദനെ, മക്കളെ. നന്ദന ഇവിടെ ഇല്ല. ഉദയവർമ്മ തിരുമുൽപ്പാടോ? അവര് രണ്ടുപേരും കൂടി പുറത്തു പോയിരിക്കുക. ആട്ടെ, പുറത്തു പോയവരപ്പ അകത്തു വരും. അതെനിക്കറിഞ്ഞൂടാ. നന്ദനെ ഉദയേട്ടനെ അന്വേഷിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അതാണല്ലോ പറയാൻ വരുന്നത്.
ഞാൻ നന്ദനമോടെ ഒരു അകന്ന ബന്ധുവാ. പേര് പറഞ്ഞത്? തങ്കപ്പനാശാരി, തത്വശാസ്ത്ര വിദഗ്ധൻ, കൈനഗിരി ബിയോ, ആലപ്പുഴ. നിങ്ങളുടെ കൺഫ്യൂഷൻ എനിക്ക് പിടികിട്ടി. ആശാരി എങ്ങനെ ശിവരാമൻ നായരുടെ മോടെ ബന്ധുവാവുന്നതല്ലേ? ദാണ്ടേ നന്ദനയുടെ അനിയത്തി അനിലെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ മോനാ രാജേഷ്. ഇപ്പം മനസ്സിലായി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? അങ്കിൾ അകത്തോട്ടിരിക്കെ. വേണ്ട വേണ്ട വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. ഇതാ സുഖം. ആ, നല്ല കാറ്റുമൊക്കെ കിട്ടും. പ്രതിഭയ്ക്ക് മനസ്സിലായില്ല കാര്യം. മനസ്സിലായി. ഞാൻ ഉദയേട്ടന്റെ അനിയന്റെ വൈഫാ. ഇത് നന്ദനയുടെ അമ്മായി. രണ്ടുപേരുടെ മുഖത്ത് കൊത്തി വെച്ചിരിക്കുമല്ലയോ തമ്പുരാട്ടിമാരാന്ന്. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് കാളിദാസന്റെ ഒരു പദ്യമാ ഓർമ്മ വരുന്നത്. കുസുമോ കുസുമോൽപത്തി ശ്രൂയതേ നജ ദൃശ്യതേ ബാലേ തവ മുഖാംബോജേ ദൃഷ്ടമിതി വരദ്വയം. അർത്ഥം മനസ്സിലായി കാണും. കുസുമോ എന്ന് പറഞ്ഞ? കുസുമം എന്ന് പറഞ്ഞ പൂവ്. അതെല്ലോ. ബാക്കി കേൾക്കുക. ഒരു കുസുമത്തിൽ മറ്റൊരു കുസുമം ഉള്ളതായി കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. പക്ഷെ സുന്ദരി, നിന്റെ മുഖമാകുന്ന താമരപ്പൂവിൽ കണ്ണുകളാകുന്ന രണ്ട് കരിങ്കൂവള പൂവുകൾ ഞാൻ കാണുന്നു. സാക്ഷാൽ കാളിദാസനാ പറഞ്ഞതുപോലെ രണ്ട് ഫ്ലവേഴ്സ് നിൽക്കുമല്ലോ എന്റെ മുമ്പിൽ. കാളിദാസൻ ആരാന്ന് പറയണ്ടല്ലോ. അറിയാം. ജയറാമിന്റെ മോൻ.